പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരത്തിൽ വിത്ത് പാക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണം. വ്യത്യസ്തമായിരുന്നു ലസാരോ അക്കാദമിയുടെ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ. വിദ്യാർത്ഥികളും അധ്യാപകരും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി യാത്രക്കാർക്കും വ്യാപാരികൾക്കും വിത്ത് പാക്കറ്റുകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ലസാരോ അക്കാദമി MD ജോബി KP നിർവഹിച്ചു. പ്രിൻസിപ്പൽ രവിചന്ദ്രൻ P അധ്യക്ഷത വഹിച്ചു. ലസാരോ CEO R ദേവകി മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഫാക്കൽറ്റി അങ്കിത അവയർനെസ് ക്ലാസ് എടുത്തു. അഞ്ജലി KV, നയന P, അഫീദ KT തുടങ്ങിയവർ സംസാരിച്ചു. ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ഭൂമി തരുന്നൊരു വാർണിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ ജനറേഷൻ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണിത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം ചോദിക്കാം നിങ്ങളോട്. നിങ്ങളിപ്പോൾ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കാണുന്നില്ല, നിങ്ങൾ എന്തുണ്ടാവും? നിങ്ങൾ കുറച്ച് ടെൻഷൻ ആവും. മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കും, അയ്യോ ഫോൺ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു ദിവസം ഒരു സൺഡേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് നെറ്റിൻ്റെ കണക്ഷൻ കിട്ടുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു ദിവസം തള്ളി നീക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒന്ന് ശ്വസിക്കാൻ നിങ്ങൾക്ക് വായുവില്ല, കുടിക്കാൻ വെള്ളമില്ല. ആ ഒരു സിറ്റുവേഷനിൽ എന്തായിട്ട് ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനുഷ്യന്മാർക്ക് ഭൂമി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നേച്ചർ അഡാപ്റ്റ്സ് അല്ലേ? രണ്ട്, നേച്ചർ ഡസ് നോട്ട് വേസ്റ്റ് എനിത്തിങ്. ഇതേപോലെ നേച്ചർ റെസിലിയൻ്റ് ആണെന്ന് പറയും. അതായത് ശക്തമായ കാറ്റടിക്കുമ്പോൾ ബാംബു എന്താ ചെയ്യുക? ബാംബു ഏറ്റവും ഉയരം കൂടിയ മരങ്ങളാണ് അല്ലേ, കാട്ടിലൊക്കെ ഉള്ള ബാംബു എന്താ ചെയ്യുക? റെസിസ്റ്റ് ചെയ്യുമോ? ശക്തമായ കാറ്റടിക്കുമ്പോൾ ബെൻഡ് ചെയ്ത് കൊടുക്കും. കാറ്റ് പൊക്കോട്ടെ, ബെൻഡ് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പം നമ്മൾ വളരെ ശക്തമായി അതിശക്തമായി നമ്മളെ നേരിടാൻ വരുന്നവിടെ നമ്മൾ എന്ത് വേണം? നമ്മൾ താന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കണം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.